വിശ്വാസം ഉണ്ടാവണം. മദീന പള്ളിയിൽ വെച്ചൊരിക്കൽ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിൽ ഞാൻ ഒരു കാലടിപ്പാട് കണ്ടു. അതാരുടേതാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. ഈ വാതിൽ കടന്ന് അയാൾ ഇങ്ങോട്ട് വരും. സഹാബാക്കളൊക്കെ ഇങ്ങനെ ആർത്തി പിടിച്ചു നോക്കുക, അതാരാന്നറിയാൻ. വന്നത് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അടിമയായിരുന്ന നീഗ്രോ വംശജനെ ചൂണ്ടി സഹാബത്ത് ചോദിച്ചു, റസൂലേ, ബിലാലോ? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ബിലാൽ. സഹാബാക്കളിൽ രണ്ടുപേര് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ബിലാലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്താ ബിലാൽ കൂടുതൽ ചെയ്യുന്നത് എന്നൊന്നറിയാലോ. അങ്ങനെ നിരീക്ഷിച്ചവര് മൂന്നാമത്തെ ദിവസം തിരുദൂതന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ബിലാലിനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും, ഞാനൊക്കെ ചെയ്യുന്നതല്ലാത്തതൊന്നും ബിലാൽ ചെയ്യുന്നില്ല, കൂടുതലൊന്നും ചെയ്യുന്നില്ല റസൂലേ. പിന്നെന്തുകൊണ്ടാ ബിലാലാണ് സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ അടുത്ത് എന്ന് പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ, മറുപടി താങ്കൾ പറയണം. താങ്കൾക്ക് ഇവരിൽ നിന്നും താങ്കളെ വേർതിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു സ്വഭാവം എന്താ? ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുഞ്ചിരിയോടെ പറയും, പ്രവാചകരെ, ഒരാളോടും മനസ്സിൽ വെറുപ്പ് വെച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല. ഒരു രാത്രി പോലും ഒരാളോട് ഒരു വെറുപ്പ് വെച്ചോ അലോഗ്യം വെച്ചോ ഞാൻ കിടന്നുറങ്ങാറില്ല. എന്നോട് ചെയ്തവനോടുള്ള പ്രതികാരം പോലും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടോ എൻ്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലോ അവരുടെ മനസ്സിലോ ഒരു വേദന ഉണ്ടാക്കിയിട്ടോ ഇക്കാലം വരെ ഞാൻ ജീവിച്ചിട്ടില്ല നബിയെ, ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നബിയെ. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ ബിലാലിന്റെ മുഖം അങ്ങനെ ചുവക്കാൻ തുടങ്ങി, ബിലാലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ കണ്ണീര് കണ്ട് അബൂദർ നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു, ബിലാൽ, അറിയാണ്ട് വിളിച്ചു പോയതാ ബിലാൽ, താങ്കൾ എന്നെയും തിരിച്ചു വിളിച്ചോ, എന്റെ വാപ്പാനെ വിളിച്ചോ, എന്റെ ഉമ്മാനെ വിളിച്ചോ? പുഞ്ചിരിയോടെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല അബൂദറേ, ഒരിക്കലും എന്റെ നാവ് താങ്കൾക്ക് നേരെ ആ വാക്കുച്ചരിക്കുകയില്ല. മദീന പള്ളിന്റെ മുറ്റത്തേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കണ്ണുനീരോട് അബൂദർ പറഞ്ഞു, റസൂലേ, താങ്കളൊന്ന് ബിലാലിനോട് പറയണം, ഞാൻ എന്റെ കവിള് മണലിലേക്ക് താഴ്ത്തി വെക്കുമെന്നും ബിലാലിന്റെ വലത്തെ കാലിന്റെ അടിഭാഗം കൊണ്ട്, ആ കറുത്ത കാലിന്റെ അടിഭാഗം കൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്നും താങ്കൾ ബിലാലിനോട് പറയണം നബിയെ എന്ന് പറയുമ്പം പ്രവാചകന്റെ കയ്യിന്റെ ചേർത്ത് പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇല്ല പ്രവാചകരെ, കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചതിന്റെ പേരിൽ ഒരു തരിമ്പ് പോലും ഞാൻ അബൂദറിനെ വെറുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും അബൂദറിനോട് പ്രതികാരം ചെയ്യുകയില്ല. ആ പ്രതികാരമില്ലാത്ത വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കാത്ത ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, കണ്ടോ സഹാബത്തെ, ബിലാലിനെ തൊട്ടുണ്ടായ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ സ്വഭാവമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 5 വക്ത് നമസ്കരിക്കുന്നവരെ, അള്ളാന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നവരെ, ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാവാൻ പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകിയിട്ടില്ലെങ്കിൽ, നമസ്കാരം ധൂളികളായി പോകുന്ന, നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, സകാത്തുകൾ വിചാരണക്ക് അള്ളാന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത, ഹജ്ജ് പോലും പടച്ചോന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ അഹ്സനുക്കും ഖുലുഖ, നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം നമ്മളൊന്ന് ആദ്യം നന്നാക്കണം. എന്നിട്ട് മതി നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഭയങ്കര മുത്തക്കിയാന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് മതി നമ്മളൊരു ഇസ്ലാഹി പ്രവർത്തകനാകാൻ. നമ്മളെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന രംഗം ഒരു മക്കൾ എന്ന രംഗമാ, അല്ലേ? ഒരു കാലം വരെ ഞാനും